വയറും പൊക്കിളും കാണിച്ചുകൊണ്ടാണോ അമ്പലത്തിലേക്ക് വരുന്നത്? അവിടെ ഫാഷൻ ഷോ ഒന്നുമില്ല കേട്ടല്ലോ. അവൻ പറഞ്ഞതും അമ്മാളു പെട്ടെന്ന് തൻ്റെ വയറിലേക്ക് നോക്കി. സൂക്ഷിച്ചു നോക്കിയാൽ ഒരൽപ്പം കാണാം. ആ രീതിക്കാണ് ബ്ലൗസ് കിടക്കുന്നത്. അത് പാവാട മേൽപോട്ട് ഉയർന്നു നിന്നതുകൊണ്ടാണ് താനും. പാവാട താഴ്ത്തി വെച്ചപ്പോൾ ആ പ്രശ്നം തീരുകയും ചെയ്തു. ഇതെന്താണ് ഈ മനുഷ്യന്? ഇങ്ങനെയുണ്ടോ കെട്ടിയന്മാർ? സകല ഭർത്താക്കന്മാരുടെയും വില കളയാനായിട്ടൊരു സാധനത്തെ എൻ്റെ തലയിലേക്ക് വെച്ച് തന്നിട്ട് എൻ്റെ മച്ചി ഭഗവതിയെ, ഉറക്ക പറഞ്ഞുകൊണ്ട് അവൾ അവനെ മറികടന്ന് പോകാൻ തുനിഞ്ഞു. പെട്ടെന്നായിരുന്നു വിഷ്ണു അവളുടെ വയറിന് മീതെ കയറി വട്ടം പിടിച്ചത്. എന്നിട്ട് അവളെ പിടിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. ഇതേ നോക്കിക്കേ, ഇതെങ്ങനെ ഇങ്ങനെ കയറി വന്നെല്ലാം കാണിച്ചാണ്ടല്ലോ, നീ വിവരം അറിയും. ബ്ലൗസ് പിടിച്ച് മേൽപോട്ടുയർത്തി അവളുടെ നാഭിച്ചുഴിയിലേക്ക് അവൻ തൻ്റെ വിരലിട്ടുകൊണ്ടൊന്ന് കശക്കി. പെരുവിരൽ കൊണ്ട് നിലത്തേക്ക് അമർത്തിക്കുത്തി പൊങ്ങി ഉയർന്നുകൊണ്ട് ശ്വാസം വിടാതെ മറന്നു നിന്നുപോയി പെണ്ണപ്പോൾ. നിനക്കേ ഇച്ചിരി ഇളക്കം കൂടുതലാണെന്ന് എനിക്കറിയാം. ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ വിളവ് ഞാൻ എടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അവളുടെ കാതിലേക്ക് അവൻ അടക്കം ചൊല്ലിപ്പറഞ്ഞപ്പോൾ അവളിൽ ഒരു തരിപ്പ് പോലെയായിരുന്നു. ഒന്നുകൂടി അവൻ പെരുവിരൽ കൊണ്ട് കശക്കിയതും അമ്മാളു അവൻ്റെ കൈത്തണ്ടയിൽ കയറിപ്പിടിച്ചു. വിഷ്ണുവേട്ട പ്ലീസ്. അപ്പോഴേക്കും പെണ്ണ് പിന്നിലായി നിന്നിരുന്നവൻ ചാരിയിരുന്നു. ഞാനേ ഒരധ്യാപകനാണ്. ആ നിലയും വിലയും വെച്ചുകൊണ്ട് വേണം നീയും പെരുമാറേണ്ടത്. അല്ലാതെ തോന്നിവാസം കാണിച്ചാൽ ഈ വിഷ്ണുവിൻ്റെ മറ്റൊരു മുഖം താമസിയാതെ മോള് കാണും. ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഏട്ടാ. ഈ പാവാട കുറച്ച് കയറ്റി വെച്ച പോരെ, അതിനാണോ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? വിതുമ്പിക്കൊണ്ട് പറയുകയാണ് അമ്മാളു. നിന്റെ കുമ്പസാരമൊന്നും എനിക്ക് കേൾക്കണ്ട, പറയുന്നത് അനുസരിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് അവനൊരു കുർത്ത എടുത്തിട്ടു. ഒപ്പം ഒരു കസവ് മുണ്ടുമെടുത്ത് റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. കാലത്തെ 5 മണി കഴിഞ്ഞപ്പോൾ വിഷ്ണുവും അമ്മാളും കൂടി ഇറങ്ങിയതാണ്. വഴിയോരമൊക്കെയും ഏറെക്കുറെ വിജനമായിരുന്നു. ആളുകളൊക്കെ എഴുന്നേറ്റു വരുന്നതേ ഉള്ളൂ. പുറത്തെ കാഴ്ചകൾ നോക്കി വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് അമ്മാളു. വിഷ്ണു അപ്പോഴേക്കും മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു. യേശുദാസ് പാടുന്നതിനൊപ്പം തന്നെ ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാളു. കണ്ണനെ കാണാൻ കൊതിയായി. കഴിഞ്ഞ വർഷം ഏകാദശി തൊഴാൻ പോയതാണ്. അമ്മാളു തന്നെത്താനെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചതും മുന്നോട്ട് നോക്കിയിരുന്ന ഗൗരവത്തിൽ വണ്ടി ഓടിക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത്. കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അമ്മാളുവിന് വിശക്കാൻ തുടങ്ങി. അവനോട് പറയാനും പേടി. ചായ പോലും കുടിക്കാതെ വന്നതുകൊണ്ട് വയറ്റിൽ എന്തൊക്കെയോ ഉരുണ്ട് കയറും പോലെ. ഹോട്ടൽ ഉടുപ്പി. ഓ, ഇവിടുത്തെ ഫുഡൊക്കെ കൊള്ളാമോ ആവോ? അവന് കേൾക്കാൻ പാകത്തിൽ പെണ്ണ് മെല്ലെ പറഞ്ഞു. എവിടുന്ന്? അവനുണ്ടോ മൈൻഡ് ചെയ്യുന്നു? എനിക്ക് വിശക്കാൻ തുടങ്ങിട്ടോ വിഷ്ണുവേട്ടാ. മറ്റൊരു നിവൃത്തിയുമില്ലാതെ അവൾ പറഞ്ഞു. അതിനെനിക്കെന്താ? എന്താണെന്നോ? വിശന്ന് തലം കറങ്ങുക അറിയാമോ? നിനക്കിതിരി വിശന്നോട്ടെ. അഥവാ ചത്തങ്ങാനും പോയാലേ ഞാനങ്ങോട്ട് സഹിച്ചോളാം, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. പിന്നെ അവനോടൊന്നും മിണ്ടാതെ കൊണ്ട് അമ്മാള് ചുണ്ടു കൂർപ്പിച്ചിരുന്നു. പിന്നെയും 1/4 മണിക്കൂർ കഴിഞ്ഞു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവൻ വണ്ടി നിർത്തി. ഇനി ഇറങ്ങി വരാൻ നിന്നോട് പ്രത്യേകം പറയണോടി. വെളിയിലേക്ക് ഇറങ്ങാതെ മസിൽ പിടിച്ചിരിക്കുന്നവളെ നോക്കി അവൻ ദേഷ്യപ്പെട്ടു. എനിക്കൊന്നും വേണ്ട, വിഷ്ണുവേട്ടൻ വെക്കോളൂ. ഇറങ്ങി വടി മര്യാദയ്ക്ക്. വേണ്ട, ഇനി ഇറങ്ങി വന്നാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും. വെട്ടം പൊക്കോളൂ. അപ്പോഴേക്കും അവൾ ആകെ വല്ലാതെയായിരുന്നു. അമ്മാളു, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. വിഷ്ണുവിൻ്റെ ഭാവമൊക്കെ അങ്ങോട്ട് മാറി. ഡോറ് തുറന്ന് അമ്മാളുവിനെ വലിച്ചിറക്കിക്കൊണ്ട് അവൻ ഹോട്ടലിലേക്ക് കയറി. വിറച്ചായിരുന്നു അവൾ അവൻ്റെ ഒപ്പം പോയത്. വാഷ്റൂമിൽ ചെന്ന് നന്നായി ഒന്ന് മുഖം കഴുകി ശേഷം വിഷ്ണു ഇട്ട് നിന്ന കസേരയുടെ അടുത്തായി ചെന്നു. നിനക്കെന്താ വേണ്ടത്? ഗീ റോസ്റ്റ് മതി. ഒരു മസാല, ഒരു ഗീ റോസ്റ്റ്. വിഷ്ണു ഓർഡർ കൊടുത്തു. അയ്യോ ചേട്ടാ, എനിക്കൊരു കോഫി കൂടി വേണം. ഓർഡർ എടുത്ത ശേഷം പിന്തിരിഞ്ഞ് നടന്നു പോയ ആളെ നോക്കി അമ്മാളു ഉച്ചത്തിൽ പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടതും അടുത്ത ടേബിളിൽ നിന്ന് 2-3 ചെറുപ്പക്കാർ തിരിഞ്ഞു നോക്കി എന്തോ പറഞ്ഞ് ചിരിച്ചു. അത് കണ്ടതും വിഷ്ണുവിനെ വിറഞ്ഞു കയറി. അമ്മാളു പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇരുന്നു. ഓർഡർ ചെയ്ത ഭക്ഷണം വന്നതും ഇരുവരും പെട്ടെന്ന് കഴിച്ചു തീർത്തു. കോഫിയും കൂടി കുടിച്ചതും അവൾക്കാകെ വയറ് നിറഞ്ഞ് പൊട്ടാറായി. കൈ കഴുകാനായി എഴുന്നേറ്റ് പോയപ്പോൾ ഒരുത്തൻ വന്ന് മനഃപൂർവ്വം അമ്മാളുവിൻ്റെ തോളത്തൊന്നും മുട്ടി. പേടിച്ചുകൊണ്ട് അവൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവനപ്പോൾ ബില്ല് പേ ചെയ്യുകയായിരുന്നു. ചക്കരെ, പോരുന്നു എൻ്റെ കൂടെ? എനിക്കൊരുപാട് ഇഷ്ടമായി, അതുകൊണ്ടാ. തോളത്ത് തട്ടിയവൻ വന്നു മെല്ലെ ശബ്ദം താഴ്ത്തി അമ്മാളുവിനോട് ചോദിച്ചു. അപ്പോഴേക്കും അമ്മാളു വിഷ്ണുവിൻ്റെ കൈക്ക് കയറി പിടിച്ചു. നമുക്ക് പോകേട്ടാ, നേരെ ഏറെയായി. വിഷ്ണു നോക്കിയപ്പോഴുണ്ട് തന്നോട് ചേർന്ന് നിൽക്കുകയാണ് അമ്മാളു. എന്താ? അമ്മാളുവിൻ്റെ നിൽപ്പ് കണ്ടതും അവനെന്തോ പന്തികേട് പോലെ തോന്നി. ഒന്നുമില്ലേട്ടാ, നേരം വൈകിയാൽ നട അടയ്ക്കൂലേ, അതാണ്.
വായിൽ വന്നൊരു നുണ പറഞ്ഞ ശേഷം അമ്മാളു മുഖം കുനിച്ചു നിന്നു. അപ്പോഴും ആ അപരിചിതൻ അവളെ നോക്കി വെള്ളമിറക്കി. ഓ, ചരക്ക് കൊള്ളാം, കണ്ടിട്ടൊന്ന് രുചിക്കാതെ വിടാനും തോന്നില്ല. അവൻ തൻ്റെ താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. അത് കാണുന്തോറും അമ്മാളു വിഷ്ണുവിനോട് ഒട്ടിച്ചേരുകയാണ്. ഹോട്ടലിൽ നിന്നും ഇറങ്ങിയ ശേഷം കാർ പാർക്കിങ്ങിലേക്ക് നടന്നപ്പോൾ അമ്മാളു ഒന്ന് മെല്ലെ തിരിഞ്ഞു നോക്കി. അയാളും ഒപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേരും കൂടി അവരുടെ പിന്നാലെ വരുന്നുണ്ട്. ഈശ്വരാ, കാത്തേശിക്കണേ, അബദ്ധമൊന്നും വരുത്തല്ലേ, അവൾ മൂകമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നടന്നു. എന്താടി? പെട്ടെന്ന് വിഷ്ണു അവളോട് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. പിന്നെ നീ എന്തിനാ എന്നെയും കെട്ടിപ്പിടിച്ച് നടക്കുന്നത്? കുറച്ചങ്ങോട്ട് മാറി നടന്നേ, അവൻ കലിപ്പിച്ചു പറഞ്ഞു. വണ്ടിയുടെ ലോക്ക് മാറ്റിയതും അമ്മാളു ആദ്യം തന്നെ ചാടിക്കയറിയിരുന്നു. വിഷ്ണുവിൻ്റെ വണ്ടി ഗേറ്റ് കടന്നു പോയതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അവന്മാരുടെ കാറും. കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ട് നോക്കുന്നവൾ വിഷ്ണു കാണുന്നുണ്ട്. നീ ആരെയും നോക്കുന്നത്? കുറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്, പെട്ടെന്ന് അവൻ ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ, പറഞ്ഞുകൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കിയിരുന്നു. അതല്ലല്ലോ, കുറച്ചു നേരമായിട്ട് നിനക്ക് എന്താ ഒരു വെപ്രാളം പോയാൽ? എനി പ്രോബ്ലം? അത് പിന്നെ വിഷ്ണുവേട്ടാ, പിന്നെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല, പറഞ്ഞു മുഴുവിപ്പിക്കാതെ അമ്മാൾ പിന്നെയും അതേ ഇരിപ്പിരുന്നു. ഇടയ്ക്ക് അവന്മാരുടെ കാർ ഓവർടേക്ക് ചെയ്ത് കയറിയ ശേഷം വിഷ്ണുവിൻ്റെ വണ്ടിയിലേക്ക് നോക്കി. കൊഞ്ചാവ് സെറ്റാണെന്ന് തോന്നും, കൂറ്റിയും പറിച്ച് ചാടി വന്നോളും, അവൻ പിറുപിറുത്തു. നമുക്ക് തിരിച്ചു പോകാം വിഷ്ണുവേട്ടാ, പേടിച്ച് വിറച്ചുകൊണ്ട് തൻ്റെ അരികിലിരുന്നു കൊണ്ട് ചോദിക്കുന്നവളെ വിഷ്ണു ഒന്ന് നോക്കി. എന്തുപറ്റി? അമ്പലത്തിൽ പോകാനാവാത്ത വിധം എന്തെങ്കിലും തടസ്സം നിനക്ക് സംഭവിച്ചോ? അതൊന്നുമല്ല, എനിക്കൊരു പേടി. ആരെയാണ് നിനക്ക് ഇത്രയ്ക്ക് പേടി? അവൻ ഗൗരവത്തിൽ മുഖം തിരിച്ചു നോക്കി. മറുപടി ഒന്നും പറയാതെ കൊണ്ട് അമ്മാള് മുഖം കുനിച്ചിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറഞ്ഞോണം, അല്ലാതെ ഇങ്ങനെ പഴം വിഴുങ്ങിയിരുന്നാണല്ലോ, അവൻ ശബ്ദമുയർത്തി. പക്ഷേ അമ്മാളു മുഖം കുനിച്ച് അതേ ഇരിപ്പാണ്. കുറച്ചു കഴിഞ്ഞതും വിഷ്ണുവിൻ്റെ കാർ അവരുടെ കാറിനെ മറികടന്ന് കയറി. വിജനമായ ഒരു സ്ഥലത്തെത്തിയതും വിഷ്ണു വണ്ടി നിർത്തി. എന്നിട്ട് വെളിയിലേക്ക് ഇറങ്ങി ബോണറ്റൊന്ന് പൊക്കി വെച്ചു കൊടുത്തു. പിന്നാലെ വന്നവന്മാരും അവരുടെ വണ്ടിയും ഒതുക്കി. എന്തു പറ്റിയേട്ടാ? എന്തിനാ വണ്ടി നിർത്തിയത്? കംപ്ലൈൻ്റ് ആയോ? എന്തോ ട്രബിൾ. എന്നാൽ പിന്നെ അതങ്ങ് തീർത്തിട്ട് പോകാമെന്ന് കരുതി. ഇനി ഇവിടെ അടുത്ത് വർക്ക്ഷോപ്പ് ഒന്നുമില്ല. ഒരു കാര്യം ചെയ്തല്ലോ, ഞങ്ങളുടെ കൂടെ പോരെ, സിറ്റിയിലിറക്കാം, വിഷ്ണുവിനോടാണ് പറയുന്നതെങ്കിലും അതിലൊരുവൻ്റെ നോട്ടം അമ്മാളുവിലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ വൈഫിനോടൊന്ന് ചോദിക്കട്ടെ. വിഷ്ണു വന്ന് കാറിൻ്റെ ഡോറ് തുറന്ന ശേഷം അമ്മാളുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. വേണ്ട, അവരുടെ ഒപ്പം പോകണ്ട, നമുക്ക് വേറെ വണ്ടി കിട്ടുമെന്ന് നോക്കാം വിഷ്ണുവേട്ടാ, പറഞ്ഞുകൊണ്ട് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി. മോളെ, ഇവിടെ 4-5 കിലോമീറ്റർ കഴിയാതെ ഒരു കട പോലും ഇല്ല. തൽക്കാലം ഈ വണ്ടിയിലോട്ട് കയറിക്കോ, ഞങ്ങൾ ടൗണിലിറക്കാം. ഹോട്ടലിൽ വെച്ച് അവളെ നോക്കി വെള്ളം ഇറക്കിയവനാണ് താല്പര്യത്തോടു കൂടി അമ്മാളിനോട് പറയുന്നത്. വേണ്ട, ഇവർ പൊയ്ക്കോട്ടെ ഏട്ടാ, നമുക്ക് വേറെ വണ്ടി വരുമോ നോക്കാം. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അമ്മാളു അതേ പല്ലവി ആവർത്തിച്ചു. എന്നാൽ പിന്നെ ഈ ചേട്ടൻ പൊയ്ക്കോട്ടെ, കൊച്ചൻ്റെ കൂടെ പോരെ, വൈകുന്നേരം ആകുമ്പോൾ പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടാം, പോരെ. നീ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവനും പോവാ വച്ചേ, അമ്മാളുവിനോട് അത് അയാൾ പറയുമ്പോൾ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു വിഷ്ണു. അവൻ്റെ അടുത്തേക്ക് പോകാൻ ഭാവിച്ച അമ്മാളുവിൻ്റെ കൈക്ക് കയറി അവൻ പിടിച്ചു. എൻ്റെ കൊച്ചേ, നീ ഇങ്ങനെ കിടന്ന് കുതറാതെ മര്യാദയ്ക്ക് നിന്നേ, ഈ ചേട്ടനൊന്ന് കണ്ടോട്ടെ. വിഷ്ണു ഏട്ടാ, അവൾ അലറി വിളിച്ചു. വിഷ്ണു നോക്കിയപ്പോഴുണ്ട് അവളെ ബലം പ്രയോഗിച്ച് തൻ്റെ ശരീരത്തിലേക്ക് അമർത്തുകയാണ് മൂവർ സംഘത്തിലെ ഒരുവൻ. പാഞ്ഞു വന്ന ശേഷം വിഷ്ണുവിൻ്റെ വലതുകാൽ വായുവിലൊന്ന് ഉയർന്നു പൊങ്ങി. കൃത്യം അവൻ്റെ നെഞ്ചിനിട്ടാണ് വിഷ്ണു കൊടുത്തത്. അപ്പോഴേക്കും അമ്മാളു ഉറക്ക നിലവിളിച്ചു. വിഷ്ണു ഏട്ടാ, നമുക്ക് പോകാം, വന്നേ പ്ലീസ്. അമ്മാളു അവൻ്റെ കയ്യിൽ പിടിച്ചു തൂങ്ങി. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൊണ്ട് വിഷ്ണു അവളെ പിടിച്ചു വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇരുത്തി. വെളിയിൽ ഇറങ്ങി വന്ന് പോകരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. അവൾക്ക് ഒരു താക്കീത് നൽകിയ ശേഷം വീണ്ടും തിരിച്ചു ചെന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടുപേരും കൂടി വന്ന് വിഷ്ണുവിനെ ആക്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പൊരിഞ്ഞടിയായിരുന്നു. വിഷ്ണുവിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ വിരണ്ടു. ഒടുവിൽ എങ്ങനെയൊക്കെയോ വണ്ടി എടുത്തുകൊണ്ട് അവന്മാർ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ചെയ്തത്. വിഷ്ണു വന്ന് തിരികെ വണ്ടിയിലേക്ക് കയറിയപ്പോൾ അമ്മാളു ഇരു കൈകളും കൊണ്ട് മുഖം മറച്ചു പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ദേഷ്യത്തിൽ അമ്മാളുവിനെ നോക്കി പല്ലിറുമി. എന്തടി, നിന്റെ ആരെങ്കിലും ചത്തോ ഇങ്ങനെ കിടന്ന് മോങ്ങാൻ? വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും അമ്മാളു മുഖം ഉയർത്തി നോക്കി. വിഷ്ണു ഏട്ടാ, എന്തെങ്കിലും പറ്റിയോ? അവൾ അവൻ്റെ മുഖത്തൂടെ എല്ലാം വിരലോടിച്ചുകൊണ്ട് നോക്കി. അടിപിടിക്കിടയിൽ വിഷ്ണു ഇട്ടിരുന്ന വേഷമൊക്കെ ആകെ ചുളിഞ്ഞു. ചെളിയും അഴുക്കുമെല്ലാം പറ്റിപ്പിടിച്ചു. അയ്യോ, വിഷ്ണുവിൻ്റെ കൈ മുറിഞ്ഞല്ലോ, നീ നോക്കി, പറഞ്ഞുകൊണ്ട് അമ്മാളു അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. നിന്നോട് കൂടെ പോയിരുന്നോന്ന് അവൻ ചോദിച്ചപ്പോൾ നീ എന്തടി അതിന് മറുപടി പറയാതെ എൻ്റെ അടുത്തേക്ക് ഒട്ടി നിന്നത്?
പല്ലിരുമ്മിക്കൊണ്ട് വിഷ്ണു അവളെ നോക്കി. പെട്ടെന്ന് അവൾ മുഖം കുനിച്ചു. അത് കണ്ടതും ദേഷ്യത്തോടെ വിഷ്ണു അവളുടെ മുഖത്തേക്ക് അവൻ്റെ വലത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് കുത്തിപ്പിടിച്ചു. ആ വിഷ്ണു ഏട്ടാ, വേദനിക്കുന്നു. ഒരുത്തം വന്ന് തോളത്ത് തട്ടിയാൽ പ്രതികരിക്കാൻ പോലും അറിയില്ലടി നിനക്ക്. അത്രയ്ക്ക് പോലും വിവരമില്ലേ? നാശം പിടിച്ച സാധനം എൻ്റെ തലയിലിട്ട് വരികയും ചെയ്തു. എന്നിട്ടും അവളോടുള്ള അമർഷം തീരാതെ കൊണ്ട് അവൻ പിന്നെയും വായിൽ വന്നതെല്ലാം അവളെ വിളിച്ചു പറഞ്ഞു. ഇനി ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരുന്നുണ്ടല്ലോ, ഇവിടെ ഇറക്കി വിട്ടിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. വിങ്ങിപ്പൊട്ടി കരയുന്ന അമ്മാളുവിനോട് കയർത്തു പറയുകയാണ് വിഷ്ണു. എനിക്ക് പേടിയായിപ്പോയി വിഷ്ണു ഏട്ടാ, അതാ. അത്രമാത്രം പറയാനേ അവൾക്ക് പറ്റിയുള്ളൂ. അടിപിടിയും വഴക്കുമൊക്കെ കഴിഞ്ഞ ശേഷം ഡ്രസ്സെല്ലാം ആകെ മുഷിഞ്ഞതുകൊണ്ട് വിഷ്ണു ഒരു ഷോപ്പിൽ കയറി മറ്റൊരു കുർത്തയും മുണ്ടും മേടിച്ചു കൊടുത്തു. എന്നിട്ടാണ് വീണ്ടും ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത്. അമ്മുവാളുവാണെങ്കിൽ വെറുതെ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ അനങ്ങാതെ ഇരുന്നു. കഴിഞ്ഞുപോയ സംഭവങ്ങളായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ. അയാൾ തന്നോട് പറഞ്ഞതൊക്കെ വിഷ്ണുവേട്ടൻ കണ്ടിരുന്നോ എന്ന് അവൾ ഓർത്തുപോയി. പക്ഷേ ഒന്നും പിടികിട്ടിയില്ല. കണ്ണുനീർ വന്ന് മൂടിയിട്ട് കാഴ്ചയൊക്കെ മങ്ങിപ്പോകുകയാണ്. കുറച്ചു ദൂരത്തെ യാത്രയ്ക്ക് ശേഷം വിഷ്ണു കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി നിർത്തി. ചുറ്റിനും ഒരു പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന മുണ്ടകപ്പാട ശേഖരം. അകലെ നിന്നും ഉദിച്ചുയർന്നു വരികയാണ് സൂര്യദേവൻ. ആ പൊൻകിരണങ്ങളെ ഏറ്റുവാങ്ങി നിൽക്കുന്ന കതിർക്കറ്റകൾ. പുലരിയിൽ ഒഴുകിയെത്തുന്ന കുളിർക്കാറ്റിൽ ചെറുതായി നൃത്തം ചെയ്യുകയാണ് കതിരുകൾ. പരസ്പരം മുത്തം നൽകി എന്ന പോൽ അമ്മാളുവിന് അവിടെ മാകെ ബോധിച്ചു. മുണ്ടകപ്പാടത്തിൻ്റെ ഒരറ്റത്തായി നിലകൊള്ളുന്ന ഒരു ചെറിയ ക്ഷേത്രം. നിറയെ തെച്ചിയും തുളസിയും കട്ടച്ചമ്പരത്തിയും ഒക്കെ തളർത്ത് പൂത്തരങ്ങി നിൽപ്പുണ്ട്. ഒരു കുറ്റി മുല്ലയും ചെമ്പകവും. ഹോ, വല്ലാത്ത സുഗന്ധം അതവിടെ മാകെ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാം കൂടി കണ്ടതും അമ്മാളുവിന് മനസ്സ് നിറഞ്ഞു. നീ കയറുന്നില്ലേ, അതോ ഇങ്ങനെ വായി നോക്കി നിൽക്കാൻ വന്നതാണോ? വിഷ്ണു ചോദിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞു. എന്നിട്ട് അവൻ്റെ പിന്നാലെ അകത്തേക്ക് കയറി. ശ്രീമുരുകനാണ് പ്രതിഷ്ഠ. ദേവസേനാപതിക്ക് ഹരഹരോ ഹരഹര. അമ്മാളു മനസ്സിൽ ഉരുവിട്ടു. കുറച്ച് ആളുകളൊക്കെ അവിടെ എവിടെയായി ചുറ്റിപ്പറ്റി നിൽക്കുന്നു. വിഷ്ണുവിനെ തിരിച്ചറിഞ്ഞതും തിരുമേനി ഇറങ്ങി വന്നു. നമസ്കാരം മാഷേ, വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ? ഉവ്, 2 ദിവസം മുന്നേ ആയിരുന്നു. തിരക്കുകൾ കാരണം ഇറങ്ങാൻ പറ്റിയില്ല. അതിനെന്താ, രണ്ടാളും ഒരുമിച്ച് വന്നുല്ലോ, അതാവും ദൈവനിശ്ചയം. അയാൾ വെളുക്കനെ ഒന്ന് അമ്മാളുവിനെ നോക്കി ചിരിച്ചു. തിരികെ അവളും. തൊഴുതു വരൂ കേട്ടോ, അയാൾ പറഞ്ഞതും വിഷ്ണുവിൻ്റെ ഒപ്പം അമ്മാളു ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നു. വേലേന്തിയ മുരുകൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവൾ മിഴികൾ പൂട്ടി. എൻ്റെ മുരുക, എന്നെയും അച്ഛനെയും അമ്മയും കാത്തിരക്ഷിക്കണേ. പഠിക്കാനുള്ള ബുദ്ധി തരണേ. ഒരു സർക്കാർ ജോലി കിട്ടണേ. ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടരുതേ. സ്കൂളിൽ പോകാൻ തുടങ്ങിയ അന്നു മുതൽക്കേ ഉള്ള പ്രാർത്ഥനയാണ്. ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ഈ പല്ലവിക്ക് യാതൊരു മുടക്കവും വരാറില്ല. അത്രയ്ക്ക് നാവിൽ തത്തിക്കളിച്ചു പോയിരുന്നു ഈ വരികൾ. പെട്ടെന്ന് അവൾ മിഴികൾ ചിമ്മി തുറന്നു. ഷോ, ഇനി പ്രാർത്ഥനയൊക്കെ മാറ്റി പിടിക്കണം. ഭഗവാനെ, മുരുക, എൻ്റെ വിഷ്ണുവേട്ടനെ കാത്തോണേ. ഒരാപത്ത് പോലും വരുത്തില്ലേ എൻ്റെ ഏട്ടന്. എന്നോട് അത്ര താല്പര്യമൊന്നുമില്ലെന്നറിയാം, എന്നാലും എനിക്കിഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം. എന്തായാലും നിങ്ങളെല്ലാവരും കൂടെയല്ലേ ഞങ്ങളെ ചേർത്ത് വെച്ചത്. ഇനി അതുടയാതെ നോക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. വായിൽ വന്നതൊക്കെ അവൾ അവിടെ നിന്ന് മൗനമായി പറഞ്ഞു. അപ്പോഴും ഒളിമങ്ങാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുരുകസ്വാമി. പറഞ്ഞു കഴിഞ്ഞില്ലേ നീ? അരികിൽ നിന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചു. പെട്ടെന്ന് തന്നെ അവൾ ശ്രീകോവിലിൽ ചുറ്റി പ്രദക്ഷിണം വെച്ചു കൊണ്ടുവന്ന് തിരുമേനിയുടെ കയ്യിൽ നിന്നും തീർത്ഥം സേവിച്ചു. ഇലച്ചീന്തിൽ കിട്ടിയ ചന്ദനവും പുഷ്പങ്ങളും ഉള്ളം കൈയാൽ പിടിച്ചുകൊണ്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് തൊടുവിരലിനാലെടുത്ത് നെറ്റിയിൽ വരച്ചു. വിഷ്ണുവാണെങ്കിൽ തിരുമേനിയോടും മറ്റും സംസാരിച്ചുകൊണ്ട് കുറച്ച് സമയം കൂടി നിന്നു. എന്നിട്ടാണ് അവിടെ നിന്നും ഇറങ്ങി വന്നത്. അപ്പോഴേക്കും നേദ്യത്തിന് സമയമായി. പിന്നീട് ശ്രീകോവിൽ അടച്ചു. ശേഷം പൂജ കഴിഞ്ഞാണ് തുറന്നത്. ഒന്നുകൂടെ വെളിയിൽ നിന്ന് ഭഗവാനെ നോക്കി തൊഴുത ശേഷമാണ് ഇരുവരും മടങ്ങിയത്. വണ്ടിയിൽ വന്ന് കയറിയതും അമ്മാളുവിൻ്റെ ഫോൺ ചിലച്ചു. നോക്കിയപ്പോൾ ലേഖാമ്മയാണ് ഇല്ലത്തുനിന്ന്. ഹലോ അമ്മേ. ആ മോളെ, എവിടെ നീ? ഞങ്ങൾ ഏട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ വന്നതാ. തൊഴുതിറങ്ങിയോ? പൂജയൊക്കെ കൂടിയോ? ഊവ്, ഇപ്പോഴാ കഴിഞ്ഞ് ഇറങ്ങിയമ്മേ. കാറിൽ വന്ന് കയറി. ദോഷമൊക്കെ മാറ്റാൻ നല്ലോണം പ്രാർത്ഥിക്കുക. വിഷ്ണുവിനോട് പ്രത്യേകം പറയണേ മോളെ. അയാളാണ് മോൾക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കേണ്ടത്. നീ തിരിച്ചും സമസപ്തമല്ലേ? പ്രാർത്ഥിച്ചു അമ്മേ. ആ, എന്നാൽ ശരി മോളെ, വെച്ചേക്കാം. അച്ഛനെവിടെ? തൊടിയിൽ എവിടെയുണ്ട്. നീ നാളെ വരില്ലേ മോളെ? അമ്മ ചോദിച്ചതും പാവം അമ്മാളു ദയനീയമായി വിഷ്ണുവിനെ നോക്കി. ഹലോ മോളെ. അവളുടെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ലേഖ വിളിച്ചു. ആ അമ്മേ, കേൾക്കുന്നുണ്ട്. നാളെ എനിക്ക് കോളേജിൽ കയറണം അമ്മേ. ഇന്നലെ അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു ഉടനെ എക്സാം വരുന്നുണ്ട്, അതാ.
അയ്യോ, ഇതെന്തൊക്കെയാ കുട്ടി പറയുന്നേ? നാളെ വന്ന ശേഷം കുറച്ചു നേരം കഴിഞ്ഞു പോവാം. ചടങ്ങുള്ളതല്ലേ. നോക്കട്ടമ്മേ, ഞാൻ വീട്ടിൽ ചെന്ന് വിളിക്കാം. നീ വെച്ചോ, ഞാൻ പ്രഭചേച്ചിയെ വിളിച്ച് സംസാരിക്കാം. അമ്മയുടെ കോള് കട്ടായതും അമ്മാളും ഒരു നെടുവീർപ്പോടുകൂടി വിഷ്ണുവിനെ നോക്കി. അവൻ പക്ഷേ ഗൗരവത്തിൽ തന്നെ ഇന്ന് ഡ്രൈവ് ചെയ്തു. കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇല്ലത്തൊന്ന് കയറാവേട്ടാ. മടിച്ച് ആണെങ്കിൽ പോലും ഒടുവിൽ അമ്മാളു വിഷ്ണുവിനെ നോക്കി ചോദിച്ചു. വിഷ്ണുവിന് എപ്പോഴും ഒറ്റ വാക്കേ ഉള്ളൂ. അതിന് കൂടെ മാറ്റമൊന്നും ഉണ്ടാവില്ല. നാളെ എന്നല്ല, ഉടനെയൊന്നും നീ നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതണ്ട. അതിനുവേണ്ടിയല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ട് വന്നത്. ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ വീട്ടിൽ നിന്നാ നിനക്ക് കൊള്ളാം. അവൻ്റെ താക്കീത് കേട്ടതും അമ്മാളുവിന് കലി കയറി.